കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമ്മള് ഇവിടെ നിൽക്കല്ലേട്ടാ, നമ്മള് ചന്ദ്രനിലേക്ക് പോവാണ്. ഇനി നമ്മൾ ആടൊക്കെ കൊണ്ട് നമ്മൾ ആട് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്ത പരിപാടി നമ്മള് ചന്ദ്രനിലാണ് കേട്ടാ. അപ്പൊ നമ്മുടെ കുറെ ആട്ടുകുട്ടികളുണ്ട് കേട്ടാ. ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇത് വിട്ടിട്ട് പോകുന്ന ബുദ്ധി. ഏയ് അങ്ങനെയൊന്നുമില്ലടാ. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? അപ്പൊ ആട് മേഖല രതീഷിന്റെ പണി ഇപ്പോ എന്താ സംഭവം അറിയോ? ഞങ്ങൾ ഒരേക്കർ കോടികൾ മുട്ടയ്ക്ക് ഒരേക്കർ സ്ഥലം നമ്മൾ ചന്ദ്രനിൽ വാങ്ങിട്ടാ. ഒരു 10 പൈസ കുറക്കില്ല. ശരി സമ്മതിച്ചു. നീ അതിന്റെ ഡോക്യുമെന്റ് ആണത്, ഒറിജിനൽ ഡോക്യുമെന്റ് നമുക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിന്ന് എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു 20-30 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുറച്ച് കൂട്ടി പറഞ്ഞു. അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. ഇത് നമ്മളിവിടെ പരിപാടി ഇല്ല. എന്താ ചോദിച്ചാൽ നമ്മൾ കുറെ കാലമായി ഈ നാട്ടിലെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടും ഇവിടെ വീഡിയോ ഭൂമിയിൽ ഇത് നമ്മൾ ചന്ദ്രനിലേക്കാണ് പോകണ്ട. അപ്പൊ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. നമുക്ക് ഈ ചന്ദ്രനിലെ സ്ഥലം വാങ്ങാൻ പറഞ്ഞാൽ എല്ലാവർക്കും ചന്ദ്രനിൽ സ്ഥലം വാങ്ങാം. ആർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങാം. അപ്പൊ അതുപോലെ വാങ്ങിയതാണിത്. അപ്പൊ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ ചന്ദ്രനിൽ വാങ്ങിയിട്ട് അവർ ഭയങ്കര അഹങ്കാരം, ഞങ്ങൾ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയട്ടെ. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും. തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. ഇത് മറ്റേ നമ്മൾ പാടത്ത് പറന്ന് ഷൂട്ട് ചെയ്തിട്ട് ചന്ദ്രനിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക, എങ്ങനെ ഇരിക്കും നോക്കാനുള്ള. അതെ 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 അതെ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിച്ചൂടെ? എടാ, സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമില്ലെന്നാ നീ പറയുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ 10 സെന്റ്, KSRTC ബസ് സ്റ്റാൻഡിൽ 8 സെന്റ്, എറണാകുളം മൈറഗാസ് കോളേജ് ഗ്രൗണ്ടിൽ എത്ര സെന്റ് വേണമെന്ന് മേയർ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞവനാണ് ഞാൻ. MG റോഡിന്റെ വക്കിലേ. സാധനം അതിൻ്റെ ഉള്ളിലൊരു കറുത്ത സാധനങ്ങളൊക്കെ ആയിട്ട് എന്താ നമ്മൾ എത്ര നിസ്സാരക്കാരില്ലാട്ടാ നമ്മൾ വിചാരിക്കുമ്പോഴുള്ള ആളുകളല്ല. ഗുലാനെ, ഗുലാൻ ആളൊരു ഭീകരനാണല്ലോ. ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല. നീയായിട്ട് പറഞ്ഞു വരുത്തണ്ട. അമേരിക്കക്കാരറിഞ്ഞാൽ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? വെൽക്കം ടു ദ മൂൺ ഫിറോസിയസ്. രതീഷിന്റെ പേരും കൂടി എഴുതണായിരുന്നു ട്ടാ. 2 ആൾ പോകണല്ലോ. നിനക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നാട് കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വെൽക്കം ടു ദ മൂൺ. എന്തൊക്കെയാണല്ലേ, പൈസ മുടക്കാനും കുറെ സാധനം നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. ഇനി ലൂണ സൊസൈറ്റി ഇന്റർനാഷണൽ, ഈ ലൂണ സൊസൈറ്റി പറയുന്ന ടീമുകളാണ് ഈ ചന്ദ്രനിൽ സ്ഥലം വിൽക്കുന്നത്. അപ്പൊ അവരുടെ അടുത്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാ എയർ ടിക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണത്? ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് സാധനങ്ങൾ ഇതാ. അതെന്താണത്? ബുക്കിംഗ് ഡേറ്റ് മെയ് 5, 2024 നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ക്ലാസ് ചില്ലറപ്പെട്ട ആളുകളല്ല. ഈ ബോർഡിംഗ് പാസിൽ നമ്മൾ വിടില്ല കേട്ടോ രതീഷേ, അതാണ് സംഭവം. അതൊന്നുമല്ല വിഷയം. നമ്മുടെ ചന്ദ്രൻ ആദ്യം ഉണ്ടാകുന്ന നോക്ക്. നമുക്ക് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ ഉണ്ടാ ഇതെന്താ ഇത് നമ്മളെ പറ്റിച്ചാ? പകുതി നമ്മുടെ പേരിലാണ് ഇപ്പൊ. അതാണ് സംഭവം കേട്ടാ. ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലുവാനം ആർലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതൊക്കെ സ്ഥലത്തിന്റെ ഏരിയകളാണ്. ഇതാ ബേ ഓഫ് റെയിൻബോസ്. ഓരോ സ്ഥലങ്ങള് ഇങ്ങനെ പാർട്ടായിട്ടാണ് ഇതിന് സ്ഥലം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ വാങ്ങിച്ചത് നമ്മൾ ബേ ഓഫ് റെയിൻബോസിലാണ്. ഇതിൽ സ്ഥലം വില കുറവുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ പിന്നെ വിലയൊന്നും നോക്കില്ല. ഇത് എന്തായാലും പണം എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാനുള്ളതല്ലേ. നമ്മൾ വില നമുക്ക് ഈ റെയിൻബോസ് എന്നൊക്കെ പറയുമ്പോൾ മഴവില്ലിന്റെ ഒരു ഇതിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ എടുത്തത്. ഇതാരോടും പറയണ്ടേ കേട്ടാ. ഇതാ സ്ഥലം ചന്ദ്രനിൽ എവിടെയാ സ്ഥലം നോക്കിക്കോളൂ. ആരെങ്കിലും വരുന്നവർ നമ്മളെ കണ്ടില്ല അറിഞ്ഞില്ല പറയണ്ട. ഇതാ സ്ഥലം ഒരു മാർക്ക് ചെയ്തുകൊണ്ട് ഈ നീല കളർ കാണുന്നതിന്റെ ഉള്ളിലേക്ക് വരണം കേട്ടോ. അപ്പൊ അവിടെ ഞാൻ രതീശം ആടോ വല്ല കോഴിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി തെങ്ങുമ്പോ കയറി. ഞാൻ പോകുന്നു. ബൈ ബൈ.